രാജ്യത്ത് റമദാൻ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഷാബാൻ 30 പൂർത്തിയാക്കി ചൊവ്വാഴ്ചയാണ് വ്രതം ആരംഭിക്കുകയെന്ന് ഒമാൻ മതകാര്യ മന്ത്രാലയം അറിയിച്ചു. അന്നപാനീയങ്ങൾ വെടിഞ്ഞും ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ടും പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകി വിശ്വാസികൾ കഴിയും. രാജ്യത്ത് പലയിടത്തും റമദാൻ മാർക്കറ്റുകൾ സജീവമായി. വിവിധ മസ്ജിദുകളോടനുബന്ധിച്ച് നോമ്പുതുറ സൗകര്യങ്ങളും സജ്ജമായി. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള ഇഫ്താർ മീറ്റുകൾ ചൊവ്വാഴ്ച മുതൽ സജീവമാകും. നോമ്പുകാലം മതമൈത്രിയുടെയും സാമൂഹിക സൗഹാർദ്ദങ്ങളുടെയും ഒത്തുകൂടൽ കാലം കൂടിയായി മാറും. നോമ്പിന്റെ ആത്മീയ മാനം ആലോചിച്ചാൽ നോമ്പിന് ലഭിക്കുന്ന പുണ്യങ്ങൾ, നോമ്പ് നൽകുന്ന പാഠങ്ങൾ, അത് പഠിക്കാനുള്ള അവസരങ്ങൾ, അതുവഴി നല്ലൊരു മനുഷ്യനാകാനുള്ള സുവർണാവസരം, അത് ആലോചിക്കുമ്പോഴാണ് നോമ്പ് സന്തോഷത്തിന്റെ പൂക്കാലമാകുന്നത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അറബ് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് റമദാൻ ആശംസകൾ നേർന്നു. ഒമാനിൽ തൊഴിൽ മന്ത്രാലയം റമദാനിലെ സമയക്രമം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മുസ്ലിം ജീവനക്കാർക്ക് ദിവസവും 6 മണിക്കൂറാണ് ജോലി സമയം. ആഴ്ചയിൽ 30 മണിക്കൂറിൽ കൂടുതൽ ജോലി സമയം പാടില്ല. സർക്കാർ മേഖലയിലെ ജോലി സമയം 5 മണിക്കൂറാക്കി കുറച്ചിട്ടുണ്ട്. പോലീസിന്റെ ഔദ്യോഗിക പ്രവൃത്തി സമയം രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ പതിവ് പോലെ പ്രവർത്തിക്കും. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.